ഭാരതത്തിൽ അതല്ല സ്ഥിതി. ഏത് ഓപ്പറേഷൻ ഉണ്ടായാലും, ചെറിയ ചെറിയ ഓപ്പറേഷൻസ് ആയാൽ പോലും ഭാരതീയ സേനയെ നയിക്കുന്നത് രാജേഷിൻ്റെ ചോദ്യം വളരെ അർത്ഥവത്താണ്. കാരണം രണ്ടും ഇൻക്ലൂഡിങ് സൈന്യം ഒന്നായിരുന്നു. ഒന്നായ ഒരു സംഭവം രണ്ടായി മാറിയതാണ്. അപ്പോൾ ഭാരതീയ സൈന്യവും പാകിസ്ഥാൻ സൈന്യവും അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. അമേരിക്കയ്ക്ക് മാത്രമല്ല, സോ കോൾഡ് അഡ്വാൻസ്ഡ് നേഷൻസ് അവർക്കൊരു താല്പര്യം. ഇപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ വിഭജിച്ച് പഹൽഗാം ഭീകരാക്രമണം മുതൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, പിന്നെ സീസ് ഫയർ, ഇതുവരെയുള്ള സമയം രണ്ട് രാജ്യങ്ങളെ ലോകം വിലയിരുത്തുകയായിരുന്നു. ഒരേ സമയം പിറന്ന രണ്ട് അയൽ രാജ്യങ്ങൾ. ഒരു രാജ്യം വളരെ പക്വതയോടെ, സമചിത്തതയോടെ ഒത്തൊരുമിച്ച് ഈ പ്രതിസന്ധിയിൽ നിന്നപ്പോൾ പാകിസ്ഥാൻ അതിൻ്റെ എല്ലാ ദൗർബല്യങ്ങളും വെളിപ്പെടുത്തി. ലോകത്തിൻ്റെ മുന്നിൽ എല്ലാ ദൗർബല്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ ഈ പ്രതിസന്ധിയിൽ നിന്നത്. അപ്പോൾ ഈ സീസ് ഫയറിൽ നിൽക്കുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെയും ഈ അവസ്ഥയെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ദീർഘകാലം സൈന്യത്തിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷം ഇതിനെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് സാറിൻ്റെ ഒരു വിശകലനം എങ്ങനെയാണ് അതിനെക്കുറിച്ച്? രണ്ട് രാജ്യങ്ങളെയും താരതമ്യം ചെയ്യുകയാണ് ഉദ്ദേശമെങ്കിൽ, താരതമ്യത്തിന് അതീതമാണ് രണ്ട് രാജ്യങ്ങളുടെയും നിലപാടുകളും അവരുടെ ഇതുവരെയുള്ള ചരിത്രവും. അതുപോലെ തന്നെ ഇപ്പോൾ അവർ വർത്തിക്കുന്ന നയങ്ങളും ആ നയങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്ന സംഗതികളും വളരെ വ്യക്തമായിട്ട് വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവയാണ്. ഒന്ന്, പാകിസ്ഥാൻ മതത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമാണ്. ഭാരതം മതേതരത്വത്തിൻ്റെ വക്താവാണ്. നിരപേക്ഷതയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ഭാരതം തുടക്കം മുതൽ ഇന്ന് വരെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ജനാധിപത്യ മൂല്യങ്ങളെ എടുത്തു കാണിക്കുകയും ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയങ്ങളിൽ ഒന്നായിട്ട് തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പാകിസ്ഥാൻ്റെ കാര്യത്തിലാവട്ടെ, അവിടെ ജനാധിപത്യം എന്നൊരു സംവിധാനം ഒരു കാലത്തും പുലർന്നിട്ടില്ല. സൈന്യം ആണ് അവിടെ സംഗതികൾ നിയന്ത്രിക്കുന്നത്. ഈ സൈന്യങ്ങളുടെ കാര്യത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഭാരതീയ സേന ഒരു ലോകത്തിന് തന്നെ ഒരു ഉത്തമ മാതൃകയായി നിലകൊള്ളുന്നു. ഏത് നിലപാടിലും, ഏത് യുദ്ധകളത്തിലായാലും, UN പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ കാര്യത്തിലായാലും ഭാരതം ഒരു ഉത്തമ മാതൃകയാണ് എന്ന വിവരമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഭാരതത്തിൻ്റെ സൈന്യം എപ്പോഴും സ്വന്തം നാട്ടിനും നാട്ടുകാർക്കും വേണ്ടി നിലകൊള്ളുന്നൊരു സൈന്യമാണ്. പാകിസ്ഥാൻ സൈന്യത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. അതൊരു പഞ്ചാബി ആധിപത്യം പുലർത്തുന്ന ഒരു ഒരിക്കലും അവരുടെ ഓഫീസർ കാഡർ മുന്നോട്ട് വന്ന് യുദ്ധം നയിക്കുന്ന കാഴ്ച തുടക്കം മുതൽ നമ്മൾ കണ്ടിട്ടില്ല. ഭാരതത്തിൽ അതല്ല സ്ഥിതി. ഏത് ഓപ്പറേഷൻ ഉണ്ടായാലും, ചെറിയ ചെറിയ ഓപ്പറേഷൻസ് ആയാൽ പോലും ഭാരതീയ സേനയെ നയിക്കുന്നത് അവിടുത്തെ ഓഫീസർമാരാണ്. അതിൻ്റെ വ്യത്യാസം ഞാൻ തന്നെ കാശ്മീരിലുള്ള കാലത്ത്, അധികം ബുദ്ധിമുട്ടില്ലായിരുന്ന കാലത്ത് അതിർത്തി പ്രദേശങ്ങളിൽ പോകുമ്പോൾ പാകിസ്ഥാനി പട്ടാളക്കാരുമായിട്ട് സംസാരിക്കാനിടയായിട്ടുണ്ട്. ഈ യുദ്ധമില്ലാത്ത സന്ദർഭങ്ങളിൽ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്. അവർ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഞങ്ങളുടെ സാധാരണ പട്ടാളവും ഇന്ത്യയിലെ ഓഫീസർമാരും ഒത്തുചേർന്നാൽ ലോകത്തൊരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അവർ ഒരു അർത്ഥത്തിൽ പറഞ്ഞു വരുന്നത് അവരുടെ സൈനിക ഉദ്യോഗസ്ഥന്മാർ മോശമാണ്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല, മുൻപിൽ നിന്ന് പൊരുതാറില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞു വരുന്ന സംഗതി. അപ്പോൾ ഇത് ഒരു എല്ലാ വിധത്തിലും ഭാരതവും പാകിസ്ഥാനും അത് അവർ നമുക്കത് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ട് ധ്രുവങ്ങളിലാണ്. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നത്. ഈ പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെ അപ്പർ ഹാൻഡിന് എന്താണ് കാരണം സാർ? കാരണം അവിടെ എല്ലാ കാലത്തും സൈന്യം തന്നെയാണ്
രാജ്യത്തെ നിയന്ത്രിച്ചത്. ഇപ്പോഴും അത് തന്നെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു തമാശയോ കൗതുകമോ ഒക്കെ പറയാവുന്നത്, നമ്മുടെ പ്രതിരോധ മന്ത്രിയുമായിട്ട് അമേരിക്കയുടെ പ്രതിനിധി സംസാരിക്കുന്നു. പക്ഷെ അവിടെ സംസാരിക്കുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുമായിട്ടല്ല, അവിടുത്തെ ആർമി ചീഫുമായിട്ടാണ് സംസാരിക്കുന്നത്, അസീം മുനീറുമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊരു വലിയൊരു വൈരുദ്ധ്യമായിട്ട് തോന്നുന്നുണ്ട് പലപ്പോഴും. പിന്നെ പാകിസ്ഥാന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഈ സൈന്യത്തിന്റെ അപ്പർ ഹാൻഡ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല. ചരിത്രപരമായി നോക്കുമ്പോൾ ഈ സൈന്യത്തിന്റെ ആധിപത്യം പാകിസ്ഥാനിൽ വരാൻ എന്താണ് കാരണമെന്ന് സാറിനൊന്ന് പറയാം. രാജേഷിൻ്റെ ചോദ്യം വളരെ അർത്ഥവത്താണ്. കാരണം രണ്ടും ഇൻക്ലൂഡിങ് സൈന്യം ഒന്നായിരുന്നു. ഒന്നായ ഒരു സംഭവം രണ്ടായി മാറിയതാണ്. അപ്പോൾ ഭാരതീയ സൈന്യവും പാകിസ്ഥാൻ സൈന്യവും രണ്ടും തുടക്കം ഒന്നാണ്, ഒരേ രീതിയിലാണ് പരിശീലിച്ചിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷം അവിടുത്തെ ഭരണകർത്താക്കൾക്ക് വേണ്ട വിധത്തിൽ സൈന്യത്തെ ഉപയോഗിക്കാനും സൈന്യത്തെ നിയന്ത്രിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ പെറ്റി ക്വാറൽസിന് വേണ്ടി, അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഭരണകർത്താക്കൾ പല സമയങ്ങളിലായിട്ട് പാകിസ്ഥാൻ സേനയെ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യം കാലക്രമേണ നിയന്ത്രണാതീതമാവുകയും എവിടെയൊക്കെ എപ്പോഴൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ അവർ ഭരണം പിടിച്ചടക്കാനും ശ്രമിച്ചിട്ടുമുണ്ട്, അതിൽ വിജയിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാൻ്റെ 75 വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ കൂടുതൽ കാലവും അവർ സൈന്യത്തിൻ്റെ പിടിയിലായിരുന്നു, സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ അതൊരു വിധി വൈപരീത്യം എന്ന് തന്നെ പറയാം. ഒന്നായിട്ട് തുടങ്ങിയ ഒരു രാഷ്ട്രം രണ്ടായി മാറുമ്പോൾ രണ്ട് വിധത്തിലുള്ള ഒരു ചുറ്റുപാടുകളാണ് നമ്മളവിടെ കാണുന്നത്. ഇതിന് വിധി വൈപരീത്യം എന്നല്ലാതെ എന്താണ് പറയുക? ഈ പാകിസ്ഥാൻ സൈന്യം അവിടുത്തെ ഭീകരതയെ ഒരു ടൂളായി ഇന്ത്യക്കെതിരെയുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന കാര്യം വ്യക്തമാണ്. ഈ പഹൽഗാമിന് ശേഷം ഉണ്ടായ ഈ സംഭവ വികാസങ്ങളിൽ അത് വളരെ വളരെ വ്യക്തമായി മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ആയ ഭീകരരുടെ പോലും ക്രിമേഷൻ സമയത്ത് അവിടുത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറ് കാശ്മീരിലുണ്ടായിരുന്നപ്പോൾ എന്തുമാത്രം അത് സാറിന് അനുഭവപ്പെട്ടിട്ടുണ്ട്? ഈ പാകിസ്ഥാൻ ടെററിസം ഇന്ത്യയിൽ വിതച്ച നാശത്തെക്കുറിച്ച് എത്രമാത്രം സാറിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അക്കാലത്ത്? ഞാൻ സംഗതി വശാൽ 1989 ഈ അവിടെ ഭീകരവാദം മറനീക്കി പുറത്തു വരുന്നത്. ആ സമയത്ത് ഞാൻ കാശ്മീരിലുണ്ട്. കാശ്മീരിലെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം തങ്താർ എന്ന് പറയും. ആ തങ്താറിലാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വെടിവെപ്പൊക്കെ നടന്നപ്പോൾ ആ തങ്താർ ഏതാണ്ട് നാമാവിശേഷമായി എന്നുള്ള സിവിലിയൻസിനെ നേരെ അവർ വെടിയുതിർത്തപ്പോൾ അവിടുത്തെ സാമാന്യ ജീവിതം ആകെ തകരാറിലായി എന്നൊക്കെ ഞാൻ ഈ അടുത്ത് പേപ്പറിൽ വായിക്കുകയുണ്ടായി. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലും അതിലൊക്കെ കാണുകയുണ്ടായി. ആ തങ്താറിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ കൃത്യമായി പറയുകയാണെങ്കിൽ ഞാൻ നവംബർ അവസാനം ലീവിൽ പോകുമ്പോൾ ഞാൻ സ്വന്തം വണ്ടി ഓടിച്ചാണ് ശ്രീനഗർ എയർപോർട്ടിൽ എത്തിയിരുന്നത്. തിരിച്ചു വരുമ്പോൾ സംഗതി ആകെ മാറിയിരിക്കുന്നു. എന്നെ റിസീവ് ചെയ്യാൻ എയർപോർട്ടിൽ വന്ന 2-3 വണ്ടികൾ ആംഡ് സോൾജേഴ്സുമായിട്ടാണ് വരുന്നത്. 170 കിലോമീറ്റർ വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടിയിരുന്നു എനിക്ക് തങ്താറിലെത്താൻ. ആ യാത്രയിലുടനീളം പല പല സ്ഥലങ്ങളിൽ നിന്നും വെടിയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. ആകെപ്പാടൊരു സംഘർഷം നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു ഇപ്പോഴുണ്ടായിരുന്നത്. ഇത് എന്താണ് ഇതിന് കാരണം, ഈ ഭീകരവാദത്തിനുള്ള കാരണമെന്ന് ചോദിച്ചാൽ ഒരു ഫാൾസ് സെൻസ് ഓഫ് കാശ്മീരി ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കാശ്മീരിൽ എല്ലാ കാലത്തും സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ധനസഹായം മുഴുവൻ, ആവശ്യത്തിലധികം ധനസഹായം അവിടെ കൊടുത്തിരുന്നു ഒരു ബോർഡർ സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക്. അത് മുഴുവൻ ചില കുടുംബങ്ങളുടെയും ചില അധികാരവർഗത്തിൻ്റെയും കയ്യിലാണ് എത്തിപ്പെട്ടിരുന്നത്. അതൊരിക്കലും സാധാരണക്കാരൻ്റെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സാധാരണക്കാരനിൽ എപ്പോഴും ഒരു രോഷം അധികാരി വർഗത്തോട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണം കൂടെയാണ് ഈ ഭീകരവാദത്തിന് വഴിവെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, പാകിസ്ഥാൻ സൈന്യം ISIയുടെയൊക്കെ വളരെ അധികം ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റോടു കൂടിയാണ് അവിടെ ഭീകരവാദം തുടങ്ങിയത്. അതിന്
എടുത്തു പറയാൻ നിവൃത്തിയില്ല. അന്നത്തെ കാശ്മീരി ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ആക്റ്റീവായിട്ട് അതിന് സഹായകമായിട്ട് നിന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറും അതിനുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ന് അതേ ഉമർ അബ്ദുള്ള വളരെ കൃത്യമായ നിലപാടെടുത്ത് ഭാരതത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. അദ്ദേഹം സ്വയം വണ്ടി ഓടിച്ച് ശ്രീനഗറിൽ നിന്ന് ജമ്മുവിൽ വരുന്നു. അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ നേരിൽ കാണാനും വേണ്ട സഹായം എത്തിക്കാനും ഒക്കെ അതൊരു വലിയ മാറ്റമാണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 370 അബ്രഗേഷൻ അത് ശരിയല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഏറ്റവും വലിയൊരു ഉത്തരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാശ്മീരി ജനത ഇപ്പോൾ ഭാരത ജനതയുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. ഇനി അവരെ അത് പല കാര്യങ്ങളും പറഞ്ഞ് പറ്റിക്കാൻ സാധിക്കില്ല. നമ്മൾ ഒന്നാണ് എന്ന് വിളിച്ചു പറയുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പൊതുവെ കാശ്മീർ ഇഷ്യൂ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ ഇഷ്യൂ ആയിട്ടാണ് ഇന്ത്യ എപ്പോഴും ഉയർത്തിക്കൊണ്ടുപോകുന്നത്. ഇന്ത്യയുടെ പോളിസി അതാണ്. പക്ഷെ അമേരിക്കയുടെ താല്പര്യം എന്താണ് കാശ്മീരിൽ? ഇപ്പം ട്രംപ് ആദ്യം വെടിനിർത്തൽ യു എസിൻ്റെതാണ്, അതിൻ്റെ വെടിനിർത്തലിൻ്റെ പങ്കാളിത്തം അതായത് വെടിനിർത്തലിലേക്ക് വന്നത് യു എസിൻ്റെ ഒരു യു എസിൻ്റെ മുൻകൈയിലാണെന്ന് പറഞ്ഞ ട്രംപ് തന്നെ രണ്ടാമത് വീണ്ടും അത് ആവർത്തിക്കുകയും കശ്മീർ വിഷയത്തിൽ ഇടപെടാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ട്രംപിനോ യു എസിനോ ഇന്ത്യയുടെ ഈ പോളിസിയെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതല്ല. എന്നിട്ടും വീണ്ടും എന്തുകൊണ്ട് യു എസ് ഈ കശ്മീർ വിഷയത്തിൽ അവർ മധ്യസ്ഥരാവാം, വിഷയത്തിൽ അവർ പങ്കെടുക്കാം, ചർച്ച ചെയ്യാം എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അമേരിക്കയ്ക്ക് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ? അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. അമേരിക്കയ്ക്ക് മാത്രമല്ല, സോ കോൾഡ് അഡ്വാൻസ്ഡ് നേഷൻസ് അവർക്കൊരു താല്പര്യം. ഇപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ വിഭജിച്ച് ഭാരതവും പാകിസ്ഥാനുമായി, അത് എടുത്തു പറയാതെ നിവൃത്തിയില്ല. അത് ബ്രിട്ടൻ്റെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അവർക്കിവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ രാജ്യം വിട്ടുപോയി. ആ പോകുന്നതിന് മുമ്പ് എന്നാൽ ഇത്ര വലിയ രാജ്യം, ഇത്ര സമ്പന്നമായൊരു രാജ്യം, ഏതെങ്കിലും കാലത്ത് ഒരു വേൾഡ് പവറായി വരാൻ സാധ്യതയുള്ള രാജ്യം അങ്ങനെ നിലനിൽക്കേണ്ട എന്ന് ആ വിചാരത്തിൽ നിന്നാണ് പാകിസ്ഥാനും ഇന്ത്യയും രണ്ടായി മാറുന്നത്. ആ ഒരു നയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏത് യുദ്ധത്തിൻ്റെ സമയത്തായാലും അമേരിക്കയും വെസ്റ്റേൺ നേഷൻസും എപ്പോഴും പാകിസ്ഥാനെ ഇന്ത്യയായിട്ടൊരു ഇക്വലൻസ് എടുത്തു കാണിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. ഭാരതം പാകിസ്ഥാനേക്കാളും എല്ലാ കാലത്തും ശക്തിയുള്ള രാജ്യമായിരുന്നു. പക്ഷെ അതങ്ങനെയല്ല അവർ കാണാൻ ശ്രമിച്ചിട്ടുള്ളതും അവരത് പബ്ലിസൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതും. ഈ ടെററിസം രൂപപ്പെടുന്നത് തന്നെ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി തേടി പോവുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ റഷ്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പാകിസ്ഥാനെ ആദ്യമായിട്ട് ഈ ഒരു ഭീകരവാദം നല്ലതാണെന്നും അതുകൊണ്ട് സ്വന്തം ഇൻഫ്ലുവൻസ് കൂട്ടാമെന്നും കിട്ടാവുന്നിടത്തു നിന്നൊക്കെ ധനം സമാഹരിക്കുമെന്നുമൊക്കെ പാകിസ്ഥാൻ മനസ്സിലാക്കുന്നത് ഈ റഷ്യൻ അഫ്ഗാനിസ്ഥാൻ അധിനിവേശ കാലത്താണ്. അവർ ഈ വെസ്റ്റേൺ നേഷൻസ് തന്നെ ഉണ്ടാക്കിയ ഭീകരവാദമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യക്ക് പിന്മാറാൻ ഇടയാക്കിയ സംഗതി. അവിടുന്ന് അങ്ങോട്ട് ലോകത്ത് പലയിടങ്ങളിലായിട്ട് ഭീകരവാദം വന്നപ്പോഴൊക്കെ അതിൻ്റെ പിന്നിൽ പല തൽപര കക്ഷികളുടെയും കർത്തകൈകൾ ഉണ്ടായിരുന്നു. ഇത് കാലക്രമേണ ഇത് ഇന്ത്യക്ക് അഗെയിൻസ്റ്റായിട്ടും വരികയാണ് ഉണ്ടായത്. പാകിസ്ഥാൻ ഇത് കണ്ടുപിടിച്ചു. അതായത് ഭീകരവാദമാണ് അല്ലെങ്കിൽ അസിമെട്രിക്കൽ വാർഫെയർ ആണ് വളരെ ലോ കോസ്റ്റ് ഓപ്ഷൻ, ഇന്ത്യയെ ഏതെങ്കിലും കാലത്തിൽ പരാജയപ്പെടുത്താൻ സാധിക്കും എന്നവർ മനസ്സിലാക്കിയത് എന്നും അതിനുള്ളൊരു ഉപാധിയായിട്ടും കണ്ടത് ഈ ഭീകരവാദത്തെയാണ്. വി വിൽ ബ്ലീഡ് ഇന്ത്യ വിത്ത് 1000 കട്ട്സ് എന്ന് പറയുന്ന ഭരണാധികാരികൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വേറെയും ഭരണാധികാരികളുണ്ട്. ഞങ്ങൾ പുല്ല് തിന്നേണ്ടി വന്നാൽ പോലും ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കും, ഞങ്ങൾ ഇന്ത്യയെ തോൽപ്പിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞ ഭരണാധികാരികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും അവിടുത്തെ ഭരണകൂടം ഇന്ത്യ ബോഗി ആണ് അവരുടെ നിലനിൽപ്പിന് തന്നെ ആധാരം ആയി കണ്ടിട്ടുള്ളത്. പാകിസ്ഥാൻ സൈന്യം അത്
വളരെ നന്നായിട്ട് മുതലെടുക്കുകയും ഞങ്ങളാണ് ഇതിനൊക്കെ കാരണഭൂതർ, ഞങ്ങൾ വിചാരിച്ചാലേ സംഗതികൾ നടക്കുകയുള്ളൂ എന്ന മട്ടിൽ അവിടെ അവരുടെ അധികാരം ഉറപ്പിക്കാൻ ഉള്ള ശ്രമത്തിലും കൂടിയായിരുന്നു. പാകിസ്ഥാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി അവിടുത്തെ ജനതയോട് നമുക്ക് സഹതാപമാണ് തോന്നുന്നുണ്ടത്. കാരണം അവർ ഈ ഒരു ഭരണകൂടത്തിൻ്റെയും തൽപര കക്ഷികളുടെയും അവിടുത്തെ സൈന്യത്തിൻ്റെയും ഒക്കെ പിടിയിലകപ്പെട്ട ഒരു പാവപ്പെട്ട ജനതയായിട്ട് ഞാൻ അവരെ കാണാൻ ശ്രമിക്കുന്നുള്ളൂ. ചൈനയുടെ നിലപാട് ഈ വിഷയത്തിൽ, ചൈന ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ഇന്ത്യക്ക് ഇല്ല ഒരു കാലത്ത്. പക്ഷെ തുടക്കത്തിൽ ഒരു ഡിപ്ലോമാറ്റിക്കായ നിലപാടെടുക്കുന്നു, പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്നില്ല പാകിസ്ഥാനെ. പിന്നീട് ഒടുവിൽ വരുമ്പോൾ പരസ്യമായി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് പാകിസ്ഥാനിൽ ചൈനയ്ക്ക് ഇത്ര താല്പര്യം? പക്ഷെ ഇന്ത്യയുമായിട്ട് ട്രേഡ് റിലേഷനൊക്കെ ഉണ്ട് ചൈനയ്ക്ക്, എന്നിട്ടും പാകിസ്ഥാനോട് ഇത്ര താല്പര്യം ചൈനയ്ക്ക് എന്താണ്? തികച്ചും വലിയ ലാഭമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു പാകിസ്ഥാനെ കൊണ്ട് ചൈനയ്ക്ക്. എന്നിട്ട് എന്താണ് ചൈനയുടെ താല്പര്യം പാകിസ്ഥാൻ എന്നോട്? പാകിസ്ഥാൻ ചൈനയുടെ ഒരു വാസൽ സ്റ്റേറ്റ് ആണ്. എന്നുവെച്ചാൽ ചൈന എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്ന അല്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രമാണ്. ചൈന എപ്പോഴും ഞങ്ങൾ നല്ല ബന്ധം പുലർത്തുമെന്ന് പറയുമ്പോഴും ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രങ്ങളാണ് ചുറ്റുപാടുമുള്ളതെന്നുള്ളൊരു മേൽക്കോയ്മയാണ് അവരെപ്പോഴും എടുത്തു കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിൽ അവർക്ക് വളരെ വലിയ താല്പര്യങ്ങളുണ്ട്. ഒന്ന്, അക്സായ് ചിൻ, നമ്മുടെ കാശ്മീരിൻ്റെ ഭാഗമായ അക്സായ് ചിൻ പാകിസ്ഥാൻ ചില ചുറ്റുപാടുകളിൽ ചൈനയ്ക്ക് തീരെഴുതി നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുതന്നെ തെറ്റായ ഒരു സംഗതിയാണ്. ഏത് ലോ അനുസരിച്ചും അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സംഗതിയാണ്. അപ്പോൾ അക്സായ് ചിനിലുള്ള ഇൻട്രസ്റ്റ്, പിന്നെ അവരുടെ ട്രേഡ് റൂട്ട്, ബെൽറ്റ് റൂട്ട് ഇനീഷ്യേറ്റീവ്, പിന്നെ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, ഇതെല്ലാം ചൈനയ്ക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന സംഗതികളാണ്. പാകിസ്ഥാനിൽ കൂടെയും പ്രത്യേകിച്ച് ബലൂചിസ്ഥാനിൽ കൂടെയാണ് ചൈനയുടെ ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവ് പോകുന്നത്. ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടം ചൈനയ്ക്കുണ്ടാകുന്ന സംഗതികൾ പാകിസ്ഥാനിൽ കൂടെയാണ് അവർക്ക് ലഭിക്കുക എന്നൊരു വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യം മുന്നേറുന്നു. അപ്പോൾ കമ്മ്യൂണിസത്തിന് എതിരെ നിൽക്കാൻ പറ്റിയൊരു സ്വരം, സംസാരിക്കാവുന്ന ഒരു സ്വരം ജനാധിപത്യത്തിൻ്റെ സ്വരമാണെന്ന് അവർ തിരിച്ചറിയുന്നു. അപ്പോൾ ആ ജനാധിപത്യ രാഷ്ട്രം തൊട്ടടുത്ത് ഉണ്ടാകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടാണ്. പിന്നീട് ഇന്ത്യ അങ്ങനെ ഒരു വാസൽ സ്റ്റേറ്റായിട്ട് കിട്ടുകയില്ലെന്ന് അവർക്ക് എന്നേ ബോധ്യമായിട്ടുള്ള സംഗതിയാണ്. പിന്നെ തിബറ്റുമായിട്ടുള്ള പ്രശ്നങ്ങളും അതിൽ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകളും എല്ലാം കൊണ്ടും ഇന്ത്യ മുന്നേറാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ചൈനക്കാർ. കാരണം അവർക്ക് അവരുടെ തൊട്ടടുത്ത് വേറൊരു വലിയ രാഷ്ട്രം ശക്തി പ്രാപിച്ചു വരുന്നത് അവർക്ക് താല്പര്യമുള്ള സംഗതിയല്ല. ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. പാകിസ്ഥാനിലെ സിവിലിയൻസിനെതിരെയുള്ള ഒരു പോരാട്ടമല്ല. സിവിലിയൻ കേന്ദ്രങ്ങൾ ഒരിക്കലും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല. ഒരു ഭാരതത്തിൻ്റെ ഒരു മാനവികതയുടെ ദർശനം കൂടിയായിരുന്നു അത്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ അപ്രോച്ച് എന്തായിരിക്കും? ഇനി ലോകത്തിന് പാകിസ്ഥാനോട് എന്തായിരിക്കും, പാകിസ്ഥാനോടുള്ള സമീപനം എന്തായിരിക്കും? അതിനെക്കുറിച്ചൊന്ന് ഒരു പ്രവചനം പോലെ ഒന്ന് പറയാമോ? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പാകിസ്ഥാനോട് അവിടുത്തെ ജനതയോട് യാതൊരു എതിർപ്പുമോ വിരോധമോ ഇന്ത്യക്കില്ല, ഇന്ത്യക്കാർക്കില്ല എന്ന് എല്ലാ കാലത്തും നമ്മുടെ രാഷ്ട്ര നേതാക്കൾ പറഞ്ഞിട്ടുള്ളതാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അവിടുത്തെ ഭരണകൂടത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ചില നടപടികളോടാണ് നമുക്ക് എതിർപ്പുള്ളത്. പ്രത്യേകിച്ചും കാശ്മീരാണ് ഞങ്ങളുടെ ജുഗുലർ വെയിലെന്ന് പറയുകയും കാശ്മീരിനെ ഒരു വലിയ ഇഷ്യൂ ആക്കിക്കൊണ്ട് നടക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒരിക്കലും നന്നാകാത്ത വിധത്തിലുള്ള ഒരു ഈരാളി പിടുത്തമാണ് അവിടുത്തെ സൈന്യവും ഭരണകൂടവും എല്ലാ കാലവും അവരുടെ ജനതയ്ക്ക് മേൽ തന്നെ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. പിന്നീട് ഈ ഒരു നമ്മുടെ യുദ്ധ തന്ത്രങ്ങൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എല്ലാ കാലത്തും അവർ ഭീകരരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, വാദികളെ അവിടെ പാർപ്പിച്ചിരുന്നു അവരുടെ POKയിലും പുറകിലും.
ആൻഡ് അവരെ എല്ലാ വിധത്തിലും അവരുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കലായിരുന്നു ഈ കഴിഞ്ഞ 35-40 കൊല്ലമായിട്ട് അവർ തുടർന്ന് വന്നിരുന്ന സംഗതി. പക്ഷേ എപ്പോഴും അവർ പറഞ്ഞിരുന്നത് ഞങ്ങളിതിന് ഉത്തരവാദിയല്ല. കാശ്മീരിലെ ജനത അവർക്ക് നേരെ ഇന്ത്യ അഴിച്ചുവിടുന്ന ദുർനടപടികൾക്കെതിരായിട്ട് അവർ സ്വയം മുന്നോട്ട് വന്ന് ചെയ്യുന്ന സംഗതികളാണ് ഈ ഭീകരവാദം എന്നൊക്കെയാണ് അവർ പറഞ്ഞു പരത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാശ്മീരി ജനതയുടെ ഇന്ത്യയോടുള്ള എതിർപ്പാണ് ഈ ഭീകരവാദമായി മാറിയിരിക്കുന്നതെന്നുള്ള മട്ടിലാണ് അവർ ഒരു നറേറ്റീവ് എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ ഈ നറേറ്റീവിൻ്റെ അടിവേർ അറുക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഈ ഭീകരവാദത്തെ നമ്മൾ എന്നും അവലംബിച്ചിട്ടുണ്ടെങ്കിലും അതിനെതിരായിട്ട് വളരെ ശക്തമായ നടപടികൾ നമ്മൾ കാലാകാലങ്ങളായിട്ട് എടുത്തിട്ടില്ല. 2016 ഉറിയിലുള്ള അറ്റാക്ക് വന്നപ്പോഴാണ് ആദ്യമായിട്ട് നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്കിന് പോകുന്നത്. അതിനുശേഷം പുൽവാമ അറ്റാക്ക് വന്നപ്പോഴും നമ്മൾ ബാലക്കോട്ടിലൊക്കെ പ്രത്യാക്രമണം നടത്തുകയുണ്ടായി. പക്ഷേ ഇത്തവണ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മണ്ണിലുള്ള ഭീകരവാദികളെ ഞങ്ങൾ നശിപ്പിക്കും, നിങ്ങളുടെ ഭീകരവാദ ക്യാമ്പുകൾ ഞങ്ങൾ ഇല്ലാതാക്കും എന്ന് പറയുക മാത്രമല്ല അത് കാണിച്ചു കൊടുക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ്. 9 ഭീകരവാദ ക്യാമ്പുകൾ നശിപ്പിക്കുകയും 150ഓളം ഭീകരർക്ക് അവർ വന്ന സ്ഥലത്തേക്ക് പോകാനുള്ള അനുമതിയും അവസരവും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക മാത്രമല്ല ഇനി ഒരിക്കലും അവർക്ക് സ്വൈരവിഹാരം അവിടെ POKയിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ നടത്താൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം കൂടെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ വഴി. അതുപോലെ തന്നെ നമ്മുടെ സൈന്യവും നമ്മുടെ നേതാക്കളും ആവർത്തിച്ച് പറയുന്നത് ഞങ്ങൾ സിവിലിയൻസിനെ ആക്രമിക്കില്ല. ആദ്യം മിലിറ്ററി താവളങ്ങൾ പോലും ആക്രമിച്ചിരുന്നില്ല. ആദ്യത്തെ റൗണ്ടിൽ ഭീകര ക്യാമ്പുകൾ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ. അവരെ നാമാവശേഷമാക്കുകയും ചെയ്തു. ഇങ്ങോട്ട് തിരിച്ച് അതിന് മറുപടിയായിട്ട് നമ്മുടെ സിവിലിയൻ ഇൻസ്റ്റലേഷൻസും സിവിലിയൻസിനെ ആക്രമിക്കുകയും നമ്മുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനെ ആക്രമിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് തിരിച്ച് അതേ നാണയത്തിൽ കൊടുക്കാൻ തുടങ്ങിയത്. എപ്പോഴും ഈ അവസാനം വരെ നമ്മൾ ഒരു സിവിലിയൻ സങ്കേതങ്ങളെ നമ്മൾ ആക്രമിച്ചിട്ടില്ല. നമ്മുടെ സൈന്യം വളരെ കൃത്യമായ വിവരം വെച്ചുകൊണ്ട് അവരുടെ എയർ ബേസസ് ആക്രമിച്ചിട്ടുണ്ട്, അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പും ഓരോ തവണയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എസ്കലേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനൊരു 10 മടങ്ങ് മറുപടി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത്. അത് വളരെ അർത്ഥവത്താണെന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ 4-5 ദിവസത്തെ സംഭവങ്ങൾ നമ്മൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. വളരെ നന്ദി സാർ. ഇത്ര നേരം കലാവധിയുമായിട്ട് സംസാരിച്ചതിന് വളരെ നന്ദി.